നമസ്കാരം. സമകാലികത്തിലേക്ക് സ്വാഗതം. NRC നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് വേദിയൊരുങ്ങിയൊരു രാജ്യമാണ് ഇന്ത്യ. നമുക്കറിയാം, വലതുപക്ഷ ഫാസിസ്റ്റ് സംഘടനകളുടെ അധികാരത്തിൻ്റെ 10 വർഷങ്ങൾക്കുള്ളിൽ നടന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രക്ഷോഭമായിരുന്നു NRCയുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭം. നാഷണൽ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന രാജ്യത്തെ പൗരന്മാരെ കണ്ടെത്തുന്നതിനും അവരെ ഉൾപ്പെടുത്തുന്നതിനും, യഥാർത്ഥമായിട്ടുള്ള പൗരന്മാരെ കണ്ടെത്തുന്നതിനും ഉൾപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമം എന്ന നിലയിൽ കൊണ്ടുവന്നൊരു വിഷയമാണത്. അത് മതപരമായ വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിഭാഗത്തിനെതിരെ വലിയ നടപടികൾ ഉണ്ടാകുമെന്ന് തോന്നിയതുകൊണ്ടാണ് അതിനെ ശക്തമായി എതിർക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളും അടക്കമുള്ളവർ രംഗത്ത് വന്നത്. ഇപ്പം നമുക്കറിയാം, വലതുപക്ഷ ഫാസിസ്റ്റ് സംഘടനകളുടെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് വിഘടനവും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രാഷ്ട്രീയ നേട്ടങ്ങളെയും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു ഉപയോഗപ്പെടുത്തലിന് വേണ്ടി മാത്രമായിട്ട് രൂപീകരിച്ചിരിക്കുന്ന പല നയനിലപാടുകളും നമ്മൾ കണ്ടതുമാണ്. ഏറ്റവും അവസാനം വഖഫ് ബില്ലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് ഒരു വിഭാഗത്തിൻ്റെ അവകാശങ്ങളെയും അവരുടെ താല്പര്യങ്ങളെയും ഹനിക്കുന്ന വിധത്തിൽ കൊണ്ടെത്തിക്കുന്നതിനാണ് അവർ പരിശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ NRCയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ ഒരു നടപടിക്രമം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് ബീഹാറിൽ പൗരത്വം തെളിയിക്കാത്തവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള കമ്മീഷൻ്റെ തിട്ടൂരം. ഇതിനെതിരെ വലിയ പ്രക്ഷോഭം അരങ്ങേറിക്കഴിഞ്ഞു. അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെ മാത്രമായിട്ടല്ല എന്നുള്ളതാണ് രസകരമായ സംഭവം. നമുക്കറിയാം, രാജ്യത്ത് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി 18 വയസ്സ് പൂർത്തിയാകുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാം. അങ്ങനെ അവർക്ക് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാം. അവരെ ഭരിക്കുന്നവരെ തിരഞ്ഞെടുക്കാമെന്നുള്ള മഹത്തായ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യ. ആ ഇന്ത്യയിലാണ് നിലവിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വേണമെങ്കിൽ പൗരത്വം തെളിയിക്കണം എന്നുള്ള തിട്ടൂരം ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നത്. ഇതേതെങ്കിലും ഒരു സാധാരണ നടപടിക്രമത്തിൻ്റെ ഭാഗമായി കാണുക എന്നുള്ളത് സാധ്യമല്ല. കാരണം കൃത്യമായ അജണ്ടയോട് കൂടിയിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. ബീഹാർ പോലെയുള്ള വലിയ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്തിൽ വളരെ കാലമായിട്ട് അവിടെ അധികാരം പിടിക്കുവാനായിട്ട് വലതുപക്ഷ ഫാസിസ്റ്റ് സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്. അവിടുത്തെ നിലവിലുള്ള സർക്കാരിൻ്റെ ഭാഗമായിട്ടാണ് അവർ നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. നിതീഷ് കുമാറിൻ്റെ സർക്കാരിൽ ഒരു സഖ്യകക്ഷിയുമാണ്. പക്ഷേ ഈ സഖ്യകക്ഷി ആയതുകൊണ്ട് മാത്രം അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ്, അതിൻ്റെ പേരിൽ ഈ രീതിയിലുള്ള അവർക്ക് അനഭിമതരായ ആളുകളെ മുഴുവൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും മാറ്റിക്കൊണ്ട് ഒരു പുതിയ തന്ത്രത്തിലൂടെ അധികാരത്തിൽ വരാനുള്ള ഒരു ശ്രമമാണോ ഇത് എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം നമുക്കറിയാം, ഈ ഭൂരിഭാഗം ആളുകളും പലപ്പോഴും ഒരു ജനന സർട്ടിഫിക്കറ്റ് അവരുടെ കൈവശം ഉണ്ടാവില്ല. ഇതാണ് ജനന സർട്ടിഫിക്കറ്റ്. നമുക്കറിയാം, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട്. വോട്ട് ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്ന തിരിച്ചറിയൽ രേഖകൾ ഏതെങ്കിലും ഹാജരാക്കിയാൽ മതി വോട്ട് ചെയ്യാൻ. സാധാരണഗതിയിൽ അങ്ങനെയാണ്. അപ്പോൾ ആ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്ന തിരിച്ചറിയൽ രേഖകൾ ഒന്നും തന്നെയും പൗരത്വം തെളിയിക്കുന്നതിന് സർക്കാർ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് രസകരമായ വസ്തുത. ആധാർ കാർഡോ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇലക്ഷൻ ID കാർഡോ ഇതൊന്നും പൗരത്വത്തിൻ്റെ രേഖയല്ല. ജനന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന നമ്മൾ ജനിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റിനെ മാത്രമാണ് ഇപ്പോൾ നിലവിൽ പൗരത്വ രേഖയ്ക്ക് അടിസ്ഥാനപരമായിട്ടുള്ള രേഖയായിട്ട് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ളൂ.
ഇപ്പോൾ വിദ്യാഭ്യാസം കുറഞ്ഞ പാവപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ബീഹാർ പോലുള്ള ഒരു സംസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഒരു ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ പേരുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വെട്ടിമാറ്റുമെന്ന് പറയുന്നത് വളരെ ക്രൂരതയാണ്. കാരണം ഇതൊന്നും അവരുടെ കയ്യിൽ ഉണ്ടാവില്ല പലപ്പോഴും. അല്ലെങ്കിൽ ഇത്തരത്തിൽ ചിലപ്പോൾ രജിസ്ട്രേഷൻ പോലും ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ, നമ്മൾ സാധാരണ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത്. പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനനം രജിസ്റ്റർ ചെയ്യാറുണ്ട് ഇപ്പോൾ. പക്ഷേ പണ്ടത്തെ അവസ്ഥ അങ്ങനെയല്ല. പണ്ട് ഇതൊന്നും ആരും രജിസ്ട്രേഷനൊന്നും നടത്താറില്ല, ജീവിച്ചു പോകുന്നു. ഒരു നേരത്തെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നവൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പോയി ക്യൂ നിൽക്കാനും അല്ലെങ്കിൽ രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാനുമൊന്നും അറിവുണ്ടാവുകയില്ല, അതിനുള്ള സമയവും താല്പര്യവും ഉണ്ടാവുകയില്ല. അപ്പം ഇങ്ങനെയുള്ള ആളുകളുടെ ഒന്നും ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമല്ല എന്നുള്ളത്, ഇനി അഥവാ പുതുതായിട്ട് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ തന്നെയും അതൊരു പ്രോസസ്സാണ്. 2-3 മാസം ഒക്കെ എടുക്കുന്ന പ്രോസസ്സാണ്. അതിന് വേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത് വലിയ ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയയാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ പോകണമെങ്കിൽ അതൊരു സാധാരണ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നതാണ് എന്ന് വിശ്വസിക്കാൻ തരമില്ല. നിലവിൽ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും എന്തിൻ്റെ പേരിലാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു നടപടി അത് ഒരു വലിയ വിഭാഗം ജനങ്ങളെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമാണോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ് കേരളത്തിൽ ഒരു വിവരാവകാശ അപേക്ഷ വെച്ച് കഴിഞ്ഞപ്പോൾ പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു വിവരാവകാശത്തിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഇന്ത്യൻ പൗരനായിരിക്കണം വിവരാവകാശത്തിന് അപേക്ഷ സമർപ്പിക്കേണ്ട വ്യക്തി എന്നുള്ള നിബന്ധന കമ്മീഷൻ വെച്ചിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷേ എല്ലായ്പ്പോഴും ഈ പറയപ്പെട്ട രീതിയിൽ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്ന രേഖകളോടൊപ്പം സമർപ്പിച്ചുകൊണ്ടൊരു അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുള്ള വിഷയവുമാണ്. അപ്പം അത്തരത്തിലുള്ള നടപടിക്രമം എന്ന് പറയുന്നത് തീർത്തും തെറ്റായിട്ടുള്ള നടപടിക്രമമാണ്. അത് പൊതുജന സമൂഹത്തെ തരംതിരിക്കുന്നതിനും അവരെ പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഇതോടൊപ്പമുള്ള മറ്റൊരു വാർത്ത കഴിഞ്ഞ ദിവസം കേട്ടു. ഒരു സാഹിത്യകാരനെ വഴിയിൽ പോലീസ് തടഞ്ഞിട്ട് താങ്കളുടെ കയ്യിൽ ഐഡൻറ്റിറ്റി കാർഡ്, ആധാർ കാർഡ് ഇല്ല എന്ന് പറഞ്ഞു ആക്ഷേപിച്ച ഒരു സംഭവം. ആധാർ കാർഡ് എപ്പോഴും കൊണ്ടു നടക്കണം കയ്യിൽ എന്ന് ആ പോലീസുകാരൻ പറഞ്ഞതായിട്ട് ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ എന്തിൻ്റെ പേരിലാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. വളരെ മോശമായിട്ടുള്ള പ്രവണതയാണിതെല്ലാം. അല്ലെങ്കിൽ ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടുള്ളതാവാം. എന്തു തന്നെയായിരുന്നാലും ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളെ തീർച്ചയായിട്ടും ചെറുത്ത് തോൽപ്പിക്കേണ്ടത് പൊതുജനങ്ങളുടെ ബാധ്യതയാണ്. അത് ഇപ്പോൾ നിലവിൽ ബീഹാറിൽ ഇന്ന് ബന്ദാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് കോടതിയിലേക്ക് പോയിട്ടുണ്ട് വിഷയം. അതുകൊണ്ട് തന്നെ കോടതി അത് വേണ്ട രീതിയിൽ പരിഗണിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇനി അത്തരത്തിലുള്ള ഒരു നടപടിയെ കോടതിയും അംഗീകരിച്ചാൽ ഫലത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും കോടിക്കണക്കിന് ആളുകളെ വെട്ടിമാറ്റുന്ന ഒരു പ്രക്രിയയിലേക്ക് അത് നീങ്ങും. അത് ഒരു വലിയ ജനാധിപത്യ സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന നിലപാടുമായിരിക്കുമെന്ന് യാതൊരു സംശയവുമില്ല.